മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ഗതാഗത പരിഷ്കരണം. സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി 1.5 മാസത്തേക്കാണ് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. നഗരസഭാധികൃതർ, പോലീസ്, MVD, ബസ് ഓണേഴ്സ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത്. ഇവിടെ ഇത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി നടക്കത്തില്ല. ഇപ്പൊ 4-5 വണ്ടികൾ ഇവിടെ റാക്കിടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളൊരു 4 ബസ് 2 ബസ് തിരിഞ്ഞ് കിട്ടത്തില്ല. എവിടെ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് കിട്ടത്തില്ല. വണ്ടികൾ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതെന്താ കിട്ടായി അതൊക്കെ ബാഗ് താനെ അപ്പൊ എന്താ പറ്റിയാണ് ഈ കറങ്ങി അതേപോലെ വണ്ടികൾ വന്നു. അപ്പൊ റിവേഴ്സ് ഇടാൻ കഴിയുന്നില്ലേ? ഇത് ചെറിയ വണ്ടിയൊന്നുമല്ലല്ലോ. അങ്ങനെ ഇടുന്നില്ലല്ലോ. ഇതാ വരുന്നു അങ്ങനെ കറങ്ങി ഇങ്ങനെ ഒന്നും ചെയ്യില്ലേ. യാത്രക്കാർക്കായി ഒരുക്കിയ പുതിയ കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമെത്തി ബസ്സുകൾ ആളുകളെ കയറ്റിയിറക്കണമെന്നാണ് നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനം. വെയിലിൽ യാത്രക്കാരെ വലയ്ക്കാതെ അവർ നിൽക്കുന്നിടത്തേക്ക് ബസ് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. നഗരസഭാ അധികൃതർ, പോലീസ്, MVD, ബസ് ഓണേഴ്സ് ഭാരവാഹികൾ എന്നിവർ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. എന്നാൽ ഈ പരിഷ്കരണം പ്രായോഗികമല്ലെന്നാണ് ബസ് ഡ്രൈവർമാരുടെ പക്ഷം. ഈ വണ്ടി ഇങ്ങനെ പോണം, ഈ വണ്ടി ഇങ്ങനെ പോണം. എത്ര വണ്ടി നിർത്തും? വലിയ വണ്ടികളായി, കുട്ടി വണ്ടിയല്ല. വലിയ വണ്ടികൾ നിർത്തണം എങ്ങനെ പോകും ഒന്ന് പറഞ്ഞേ. കുട്ടി വണ്ടികൾ അവിടെ നിർത്തിയെന്ന് വിചാരിച്ചാൽ തെങ്കരയ്ക്കുള്ളതും കാലാവസ്ഥയ്ക്കുള്ളതും അവിടെ നിർത്തുന്നത് ശരി. ഇപ്പം അവർ ഈ വലിയ വണ്ടി അവിടെ നിർത്തി കഴിഞ്ഞാൽ അവന് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ചെറിയ വണ്ടി ടിക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോകും? അവനൊക്കെ അവന്റെ സൗകര്യത്തിനാണ്. ഇത് നമ്മൾ ഓടാൻ വേണ്ടിയിട്ടല്ലേ ഇത് നിർത്തുന്നത്. സ്റ്റാൻഡിനുള്ളിൽ ബസ്സുകൾ ഇത്തരത്തിൽ കറങ്ങി വരുന്നത് ഗതാഗതക്കുരുക്കിന് കാരണമാകുമെന്നും ഡ്രൈവർമാർ പറഞ്ഞു. മിനിറ്റിൽ KSRTC പ്രൈവറ്റ് ഒക്കെ ഒരുമിച്ച് ഈ കയറി വരുന്നത്. ഇത് 1-2 വണ്ടികളുള്ള സ്ഥലം നല്ലത്. എങ്ങനെ ഇറങ്ങി പോവാ? അതിനിടയിൽ ഇവിടുന്ന് എടുക്കുന്ന വണ്ടികൾ എങ്ങനെ എടുക്കും? ഈ ട്രാക്കിൽ കൂടെ നിർത്തുകയാണെങ്കിൽ ഇത് എടുക്കും വേണം. ആ വരുന്ന വണ്ടികൾക്ക് ഈ ട്രാക്കിൽ പിടിച്ച് ഇടണമെങ്കിൽ എന്ത് ചെയ്യും? ഈ വരുന്ന വണ്ടികളുടെ ഇടയിൽ എങ്ങനെ ട്രാക്കിലിട്ട്? ഇത് ഇവര് കുറെ നോക്കിയതാണ്. ഇതൊന്നും നടക്കില്ല. ഈ പറഞ്ഞ പോലെ പോവുകയാണെങ്കിൽ ഇതിങ്ങനെ അത് വന്ന് അങ്ങനെ പോകും. ഇത് ഇവര് പറഞ്ഞെങ്കിലും പോകും. അതിനാണ് യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനുമാണ് മുൻഗണനയെന്നും പ്രായോഗിക തടസ്സങ്ങൾ ഒഴിവാക്കി പുതിയ ക്രമീകരണങ്ങളുമായി സഹകരിക്കണമെന്നും പോലീസ് വ്യക്തമാക്കി. 1.5 മാസത്തെ താൽക്കാലിക പരിഷ്കരണമായതിനാൽ ഡ്രൈവർമാരും ഉടമകളും സഹകരിക്കണമെന്നാണ് അധികൃതരുടെ ആവശ്യം. ഇന്ന് ഞങ്ങള് ബസ് ഓണേഴ്സും അതുപോലെ തന്നെ RTO പോലീസുമായിട്ട് ഒരു യോഗം കൂടുകയും നമ്മുടെ ജനങ്ങളുടെ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന നിലയിൽ നമ്മുടെ ബസ്സുകളെ വെയിറ്റിംഗ് ഷെഡിൽ അവിടെ തിരിക്കാനുള്ള ഒരു സംവിധാനം എല്ലാവരും കൂടെ എടുത്തിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ബസ്സുകാരും വെയിറ്റിംഗ് ഷെഡിൽ വരുന്ന ആൾക്കാരെ കയറ്റുകയും അവിടെ നിന്ന് തന്നെ ആൾക്കാരെ ഇറക്കുകയും ചെയ്യണമെന്ന ഒരു തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത്. അത് നടപ്പിലാക്കാൻ എല്ലാവരും സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ബസ് ഓണേഴ്സും അതുപോലെ തന്നെ പോലീസും RTO ഒക്കെ സഹകരിക്കും തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെന്തായാലും നാളെ മുതൽ നമ്മൾ നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. CCN മണ്ണാർക്കാട്.